കാരണം അതുണ്ടായി മറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസമുള്ള തലങ്ങളിൽ ഈ ചേർച്ച നമുക്ക് കിട്ടാതെ പോകുന്നത്. അപ്പൊ പ്രാചീനർ പ്രാണനെ മുൻനിർത്തി എന്തിനൊരുങ്ങുമ്പോഴും അവന്റെ 3 പ്രവർത്തന മണ്ഡലം എടുക്കുമ്പോഴും അതിസാഹസികത, സുരക്ഷ, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം, ഇവ 3 എടുക്കുമ്പോഴും പ്രാണൻ സുരക്ഷയുടെ വക്താവായി നിൽക്കുന്നുവെന്നറിഞ്ഞ് പ്രാണരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടാണ് അവൻ വാക്കുപയോഗിക്കുന്നത്. പ്രാണരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടാണ് മനസ്സുകൊണ്ട് അവൻ വിചാരം ചെയ്യുന്നത്. പക്ഷെ ഇന്നുള്ളവരെ നോക്കിയാൽ തൻ്റെയോ മറ്റുള്ളവരുടെയോ പ്രാണനെ നോക്കിയിട്ടല്ല ഇവയൊന്നും വിരചിച്ചിരിക്കുന്നത്. ഇസ് ഇറ്റ് ട്രൂ? അച്ഛനിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. അച്ഛനിൽ നിന്നാണ് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത്. സ്കൂളിൽ കൊണ്ടാക്കിയത് അച്ഛനാണ്. എൻ്റെ അച്ഛനൊരു മഹാനാണ്. നാട്ടിൽ നന്നായി അറിയപ്പെടുന്നവനാണ്. ഒട്ടേറെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സ്വാധീനമുള്ളവനാണ്. രാഷ്ട്രീയ സാമാജിക നഭോമണ്ഡലങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചവനാണ്. എന്നെ പഠിപ്പിച്ചത് വളരെ ഉന്നതമായ രീതിയിലാണ്. പലപ്പോഴും എൻ്റെ സുരക്ഷയെ മറന്ന് ചില്ലറ സാധനങ്ങൾ ഞാൻ എടുക്കും. മോഷണം, ക്ലപ്റ്റോമാനിയ. കടയിൽ ചെന്നാലും ചിലതെടുക്കും. അത് കടക്കാർ പിടിക്കണമെന്ന് നിർബന്ധമുണ്ട്. എടുത്താൽ ആരും കാണാതെ ഉപയോഗിക്കാനുള്ളൊരു മനസ്സും എനിക്കില്ല. ലോകോത്തരനായി ലോകം അംഗീകരിക്കുന്ന അച്ഛൻ്റെ മകള് അച്ഛൻ്റെ മുഖത്ത് കരിവാരി തേക്കുവാൻ പാകത്തിന് താൻ എടുക്കുക മാത്രമല്ല, എടുത്തുവെന്ന് മറ്റേയാൾ കണ്ടുപിടിക്കണം. താൻ കാണിച്ചു കൊടുത്തതുമല്ല. മനസ്സിന്റെ മെത്തഡോളജി ഇത്രയുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി. ക്യാൻ യു ഇമാജിൻ? ഞാൻ പറയുന്ന ഒരു ജീവൽ പാത്രമാണ്. ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ്. മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ പോലെ ഈ കുട്ടി 3-4 പ്രാവശ്യം ശകാരിച്ചു, തല്ലി. അവസാനം ഒരു വാണിംഗ് അച്ഛന് കൊടുത്തു, ഇനി എന്നെ ശാസിക്കരുത്, ഞാൻ മുതിർന്നിരിക്കുന്നു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അത്തവണയും പോയി എടുത്തുകൊണ്ട് വന്നു. ഇത്തവണ അച്ഛൻ രൂക്ഷമായൊന്ന് നോക്കി ശകാരിച്ചപ്പോൾ കുട്ടി പതുക്കെ മുറിക്കകത്തേക്ക് അച്ഛനെ വിളിച്ചു. കതകടച്ചു. അമ്മയും സഹോദരനും മുറ്റത്ത് നിൽപ്പുണ്ട്. തൻ്റെ വസ്ത്രം വലിച്ചു കീറി. സ്റ്റേഷനിലേക്ക് വിളിച്ച് CIയോട് പറഞ്ഞു, അച്ഛൻ എന്നെ പീഡിപ്പിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് CIയും കൂട്ടരും എത്തി. അച്ഛനെ അറസ്റ്റ് ചെയ്തു. അമ്മയും സഹോദരനും കാലുപിടിച്ച് കരഞ്ഞു. നിയമം അതാണ്, ഒരു പെൺകുട്ടി പരാതി തന്നാൽ 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ജാമ്യമില്ല. നിങ്ങൾ ആരായിരുന്നാലും. നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ മാന്യനാണ്, തെറ്റ് ചെയ്യില്ല എന്നറിയാം. ഞാൻ പരമാവധി ഇത്
ലോകം അറിയാതിരിക്കാൻ ശ്രമിക്കാം. ഇവരറിഞ്ഞാൽ ഇപ്പോൾ പത്രക്കാരെത്തും, നേരെ കൊണ്ടുപോയി മോളിൽ നിന്ന് മഹത്വമുള്ളൊരു വനിത വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ വളരെ നല്ലവനാണ്, എനിക്ക് പേഴ്സണലായിട്ട് അറിയും, അദ്ദേഹത്തെ നിങ്ങൾ ജയിലിലിരുത്തരുത്. കസേര ഇട്ട് കൊടുത്ത് മുറ്റത്തിരുത്താം, മടം വിടാൻ പറ്റില്ലല്ലോ 3 ദിവസം. പരിഷ്കാരവും വിദ്യാഭ്യാസവും വളർന്ന കേരളത്തിൻ്റെ മുഖമാണിത്. ഞാൻ പറഞ്ഞത് ഒരു സംഭവം മാത്രമാണ്, ഒറ്റപ്പെട്ടതായിരിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. സാമൂഹ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക നായകന്മാരുടെ ആക്രോശങ്ങളും ഒക്കെ ഓടുന്ന കേരളത്തിൽ ഒരു സാംസ്കാരിക നായകന്റെ രംഗമാണ് ഞാൻ പറഞ്ഞത്. പുറത്തൊട്ടേറെ നന്മകൾ ചെയ്തൊരു മനുഷ്യൻ. പലപ്പോഴും നമ്മളുടെ തലങ്ങളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നുവെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത ഏതോ ഒന്നുണ്ട്. അറിയാമെന്ന് നാം വിചാരിക്കുന്നത് വാക്കുകളാണ്, അറിഞ്ഞത് വാക്കുകളാണ്, അറിയുന്നു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങളുമാണ്. അറിയേണ്ട ഒന്ന് ജീവനാണ്. അത് നമ്മുടെ അജ്ഞാത മേഖലയിലൊരു ഭാവിയായി ഇത്രയും അറിവുകളിലൂടെ ലോകം വന്നിട്ടും വിലസുകയാണ്. ജീവനും ആ ജീവന്റെ ഇതിഹാസവും ബന്ധമോക്ഷങ്ങളിലൂടെയുള്ള ജീവന്റെ നിതാന്തമായ യാത്രയും യോഗശാസ്ത്രത്തിൽ അതീവ പ്രാധാന്യം കൊടുത്തു പ്രാചീനൻ പഠിപ്പിച്ചതാണ്. അവിടെയാണ് കുടുംബത്തിന് ഭദ്രമായ അവസ്ഥയ്ക്ക് ഒരു കുടുംബിനിയും ഒരു കുടുംബനാഥനും ഉണ്ടാകുന്നത്. പുരുഷന്റെയും പ്രകൃതിയുടെയും പ്രതിരൂപമായി എന്തെല്ലാം മാറ്റം വരുത്തുന്നു, എന്തെല്ലാം വികാരങ്ങൾ രൂപപ്പെടുന്നു, അതെല്ലാം പ്രകൃതിയുടെ സ്വഭാവമാണ്, അതെല്ലാം മാതൃജമാണ്. എന്തെല്ലാം മാറ്റമില്ലാത്തതുണ്ട്, അതെല്ലാം പിതൃജമാണ്. ഈ ഒരു സങ്കല്പത്തിലെ സംയോഗം പുരുഷനെന്ന സങ്കല്പത്തിലെ മാറ്റമില്ലാത്തവയെ പ്രകൃതി ചേരുമ്പോൾ മാറിമറിയുന്നു. സമ്മതിക്കോ? 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 നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഞാൻ നിന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് തരില്ല, വേറെ ആരെങ്കിലും കൊണ്ട് ഒപ്പിടിക്കുകയെന്ന് പഴയ കാലത്ത് ഒരു തന്ത പറഞ്ഞാൽ അവൻ പതുക്കെ അമ്മയുടെ അടുക്ക പോയി ഒരല്പം തുണിയും തിരുമ്മി കൊടുത്ത് ശകലം വെള്ളവും കോരി കൊടുത്ത് നാളെ സ്കൂളിൽ പോകാൻ പറ്റില്ല ഇതും കൊണ്ട് എന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒന്നും മിണ്ടാതെ തന്ത ഒപ്പിട്ട് തരും. ഇസ് ഇറ്റ് ട്രൂ? പഴയ ആളുകൾ എന്ത് മാജിക്കാൻ നടന്നതെന്ന് അവന് പോലും നിശ്ചയം ഉണ്ടാവില്ല. അത് വാങ്ങണ്ട, അത് പറ്റില്ല എന്ന് പറഞ്ഞയാൾ പിറ്റേ ദിവസം അത് വാങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞ മൂലപ്രകൃതി വികാരം കൊണ്ട് പരിണമിച്ച് അഹന്തത്വവും മഹത്തത്വവും ആകുന്നത് പോലെ പ്രപഞ്ച സീമയെ മാറ്റിമറിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷത്തിനകത്ത് പ്രകൃതിയുടെയും പുരുഷന്റെയും ചേർച്ചയാണെന്ന് കണ്ട് സംയോജിക്കുവാൻ, മാറ്റം വരുത്തേണ്ടതിനെയെല്ലാം മാറ്റം വരുത്തുവാനും പരിണമിപ്പിക്കുവാനുമുള്ള സ്ത്രൈണവും മാറ്റമില്ലാത്ത കടുംപിടുത്തത്തിന്റെ പ്രതിനിധിയായി നിൽക്കുവാനുള്ള പൗരുഷവും സംയോജിക്കുമ്പോൾ അതിനകത്ത് ആ കുടുംബ സുരക്ഷയ്ക്കിണങ്ങുമാർ തങ്ങളുടെ കുടുംബ അഭിമാനം, തങ്ങളുടെ കുടുംബത്തിന്റെ ഉണ്ടാക്കി വെച്ചിടത്തോളം ധനം, ചേർച്ചയുള്ള ആഹാരം, കുടുംബ മര്യാദകളിൽ തങ്ങൾ രൂപാന്തരപ്പെടുത്തി വന്നിട്ടുള്ള വസ്ത്രധാരണ രീതി തുടങ്ങിയ സംസ്കാരങ്ങളിൽ ഒന്നിനു പോലും വിനാശം വരാതെ ആ കുടുംബ പുരുഷനെ സർവാതിരിക്തമായി കണ്ട് അയാളുടെ അവയവങ്ങളാണ് കുടുംബത്തിലെ അംഗങ്ങളായ തങ്ങളെന്നറിഞ്ഞ് പെരുമാറുമ്പോൾ പ്രാണനും പ്രാണന്റെ അംഗങ്ങളായ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ചേരുന്നത് പോലുള്ളൊരു ചേർച്ചയാണ് കുടുംബ പുരുഷനും കുടുംബ അംഗങ്ങളും ചേർന്നു വരുന്ന സൗഭഗം. അപ്പൊ അതിലെ ഓരോ അംഗത്തിനും പുറത്തു കാണുന്ന ഓരോ ജീവജാലങ്ങളും പോലെ ഓരോ കാര്യം ചെയ്യാനും ഓരോ കാര്യം അനുഭവിക്കാനും ഓരോ കാര്യം അറിയാനും ഓരോ കാര്യം കൈമാറാനും സ്വാതന്ത്ര്യവും അനുജ്ഞയും കഴിവും സംജാതമാകുമ്പോഴാണ് സ്കൂളുകളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ തങ്ങളുടെ വിശ്രമവേളകളിൽ സങ്കല്പങ്ങൾ പടച്ചുവിട്ട നോവലുകളിൽ നിന്നോ കിട്ടുന്നതല്ലാത്ത യാഥാർത്ഥ്യബോധമുള്ള അനുഭവ പ്രമാണത്തിലുള്ള അറിവ് വ്യക്തിക്ക് കിട്ടുന്നത്. ഈ ഒരു ഗുരുകുലത്തെ, ഈ ഒരു മഹാസംരംഭത്തെ, ഈ മഹത്തായ അറിവിന്റെ കേദാരത്തെ നശിപ്പിച്ചിട്ടാണിന്ന് നിങ്ങൾ കുട്ടികൾ അറിവ് തേടി അന്യന്റെ വ്യവസായങ്ങളുടെ മുഖങ്ങളിൽ പോയി നശിക്കുന്നത്, അഥവാ നിങ്ങളെ തള്ളിവിട്ട് നശിപ്പിക്കുന്നത്. പാരിസ്ഥിതികമായ ഈ പ്രശ്നം അതീവ സങ്കീർണമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അറിവിൽ, എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയിൽ, എൻ്റെ കുഞ്ഞിൻ്റെ നാളത്തെ ജീവിത സുരക്ഷയിൽ എനിക്കുള്ള താല്പര്യമൊന്നും ഒരു കച്ചവടക്കാരനും ഉണ്ടാവില്ല. സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? അതുകൊണ്ട് ഇത് ആധാരമാക്കി നിർത്തി വേണം പോകാൻ. തോമസ് പൈനോ മറ്റോ പറഞ്ഞ പോലെ, ഐ ഹാവ് നെവർ അലൗഡ് മൈ സ്കൂളിംഗ് ടു എൻറ്റർ ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. ഈ പാരസ്പര്യം വരുമ്പോഴാണ് ഈ വാക്കുകൾ വരുന്നത്. എൻ്റെ വിദ്യാഭ്യാസത്തിൽ പങ്കുവഹിക്കാൻ എൻ്റെ സ്കൂളിങ്ങിനെ ഒരിക്കലും ഞാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വിവരമുള്ളവനായിരിക്കുന്നു. അതെനിക്ക് മാർക്ക് തരാനും എനിക്ക് ലോകത്ത് എൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനുള്ള സങ്കേതങ്ങളാണ്. അവിടെ ചെന്നു, മാർക്കുണ്ടാകുന്ന ഒരു യന്ത്രമെന്ന നിലയിൽ പ്രവർത്തിച്ചു.
അവിടുത്തെ ഒന്നാമത്തെ മാർക്ക് വാങ്ങിച്ചു, പണി തീർത്തു. പഠിപ്പ് അവിടെയല്ല നടക്കുന്നതെന്ന് തീരുമാനിച്ചു. പഠിപ്പ് പുറത്താണ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് സ്കൂളിനെ എൻ്റെ വിദ്യാഭ്യാസത്തിൽ കയറാൻ സമ്മതിച്ചില്ല. മാർക്കിന് മാത്രം സമ്മതിച്ചു. മാർക്ക് കൊണ്ട് അച്ഛനമ്മമാർ തൃപ്തരായി, സ്കൂളിലെ ആളുകൾ തൃപ്തരായി. അവരെ തൃപ്തരാക്കി വിട്ടപ്പോൾ എനിക്ക് സ്വച്ഛന്തം പഠിക്കാനുമായി. അതല്ലാതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് സ്കൂളിൽ പോകണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു സംശയമാണ് നിങ്ങൾക്ക് തന്തയ്ക്കും തള്ളയ്ക്കും മക്കൾക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സമർത്ഥനാണെങ്കിൽ ഒരു 2 കൊല്ലത്തെ ചോദ്യം പേപ്പർ മതിയാവും. അതിന് വളരെ സമർത്ഥനായിരിക്കണം. നല്ല സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ബോധം ഉണ്ടാവണം. മനസ്സിലായില്ല. ഹൗ ടു എക്സ്ട്രാപൊലേറ്റ് ആൻഡ് ഹൗ ടു ഇന്റർപൊലേറ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർത്തോസിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഭാഗങ്ങളുണ്ട്. പഠിച്ചിട്ടുണ്ടാവും? ഇല്ല. മീൻ, മീഡിയൻ, മോഡും സെൻട്രൽ ഡീവിയേഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും? ഇല്ല. ഈ മാനദണ്ഡങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഹൗ ടു എക്സ്ട്രാപൊലേറ്റ്. 3-4 കൊല്ലത്തേക്ക് ഇങ്ങനെയാണെങ്കിൽ 5-ാം കൊല്ലം എന്തായിരിക്കുമെന്ന് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സാധ്യത രണ്ടും കളയാതെ. രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, അതുകൊണ്ട് ഈ മാസത്തിൽ വീഴാനും ഇടയുണ്ട്. വ്യാഴത്തിൻ്റെ നോട്ടമുണ്ട്, വീഴാതിരിക്കാനും ഇടയുണ്ടെന്ന് ജ്യോതിഷി പറയുന്ന പോലെ ആകരുത്. മനസ്സിലായില്ല? സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ മാനദണ്ഡങ്ങളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അതല്ല പഠിത്തം. പഠിത്തം ഈ ലോകത്തെക്കുറിച്ചാണ്. പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്ക് പോലും തലയിലില്ല. അതുകൊണ്ട് സുരക്ഷയെ ആധാരമാക്കിയൊരു പഠിത്തം കുടുംബത്തിലുണ്ട്. ഈ പഠിത്തത്തിൻ്റെ ആലവാലങ്ങൾ കുടുംബത്തിലേക്ക് വന്നതോടുകൂടി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും സംഭ്രമജനകമായ തലത്തിൽ നിങ്ങളെ ഒരു പ്രോഡക്റ്റായി ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെയും തലത്തിലേക്ക് മാറിയതോടുകൂടി മനസ്സമാധാനം പഠിക്കുന്നവനും പഠിക്കാൻ വിടുന്നവനും ഇല്ലാതായിട്ടുണ്ട്. മനസ്സമാധാനമില്ലാതെ അറിവുണ്ടാവില്ല. ആകെ പിള്ളേർക്ക് സാംസ്കാരിക വിനിമയത്തിൻ്റെ മനസ്സമാധാനം കിട്ടുന്നത് 7ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ ഓട്ടോ ഡ്രൈവർമാരോ, ജീപ്പിൻ്റെ ഡ്രൈവർമാരോ, വാനിൻ്റെ ഡ്രൈവർമാരോ, സ്കൂൾ ബസിൻ്റെ ഡ്രൈവർമാരോ, കൂട്ടത്തിൽ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആയയോ ആയിട്ട് കൂടിച്ചേർന്ന് സ്കൂളിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമാണ് ലാഘവമുള്ളൊരു മനസ്സുണ്ടാകുന്നത്. അപ്പോൾ കിട്ടുന്ന അവരുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ അറിവ് മാത്രമാണ് ആധുനിക സമൂഹം കുട്ടികളിൽ അറിവായി വളർത്തുന്നത്. എന്താ ഞാൻ അപകടമാണോ പറഞ്ഞത്? തിരിഞ്ഞു നോക്കി. അതുകൊണ്ടാണ് ഞാൻ അപകടമാണോ പറഞ്ഞത്? നല്ലപോലെ ആലോചിച്ച് നോക്കിയാൽ മതി. അവനാകെ മനസ്സമാധാനത്തോടെ വർത്തമാനം പറയുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഇടപെടുന്നതും ഇവരോട് ഇടപെടുമ്പോൾ മാത്രം. അതാകട്ടെ സമൂഹം ഏറ്റവും കൂടുതൽ ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്നവരോട്. ശരിയാണെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എൻ്റെ ഒബ്സർവേഷൻ ശരിയാകണമെന്നില്ല. ഒന്നാമത് നിങ്ങളാണെങ്കിൽ കയറുകില്ലാത്ത വിധം അവിടെയൊക്കെ സ്കൂളിലെ ഫീസിന് നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്നില്ല.
ഡ്രസ്സിന് ബാർഗെയിൻ ചെയ്യുന്നില്ല, മൊബൈൽ ഫോണിന് ബാർഗെയിൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ കുട്ടിയെ പതിവായി സ്കൂളിലേക്ക് വിടേണ്ട ഓട്ടോറിക്ഷയ്ക്ക് ബാർഗെയിൻ ചെയ്യുന്നു. ശരിയുണ്ടോ? ശരിയാണോ? ശരിയല്ല, ശരിയാണ്. അതേലാ കയറ്റിയിടുന്നത്. എത്ര പേരെ അവന് മുതലാകണമെങ്കിൽ ഒരു ഓട്ടോയിൽ 25 കുട്ടിയെ ഇടിച്ചു കയറ്റണം. മൂന്ന് പേരെ സഞ്ചരിക്കാവൂ എന്നാണ് പല ഓട്ടോയുടെയും നിയമമെന്ന് എനിക്ക് തോന്നുന്നു. ആണോ സാറേ? ശരിയാണോ? രാവിലെ കുട്ടികളെയും കൊണ്ടുപോകുന്ന ഓട്ടോ നോക്കിയാൽ ഇവന്റെ തോളയിലും ദേഹത്തും ഒക്കെ ഉൾപ്പെടെ തന്നെ പിള്ളേരാണ്. ഒരു സർക്കസുകാരനാണ് ഈ വണ്ടി ഓടിച്ചു പോകുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ രംഗവേദിയിൽ മനസമാധാനത്തോടെ പിള്ളേര് സഞ്ചരിക്കുന്നത് ഇവന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. തന്തയുടെ കൂടെയും തള്ളയുടെ കൂടെയും അധ്യാപകരോടൊപ്പവും സഞ്ചരിക്കുമ്പോൾ ആ പരിസ്ഥിതി ഒന്നും അവനിൽ അല്പം പോലും ഋജുത്വമോ ലാഘവമോ ആനന്ദമോ നൽകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇസ് ഇറ്റ് ട്രൂ? ശരിയുണ്ടാവോ? അങ്ങനെ കേൾക്കാവുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പോഴോ കുറച്ചുകൂടെ നന്നായി കേൾക്കാവുന്നതെന്ന് തോന്നുന്നു. ഇതിനകത്തൂടെയുള്ള ശബ്ദത്തേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായി കേൾക്കാവുന്ന ഇപ്പോഴാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റത് അതിന്റെ ശബ്ദം കൊണ്ട് കേൾക്കത്തില്ല. വലിയ ചൂടില്ലാന്ന് തോന്നുന്നു. അപ്പൊ ആ നിലയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് പരിസ്ഥിതി? ജനിതകത്തിൻ്റെതല്ലാത്ത പലതും പഠിക്കേണ്ടി വരുമ്പോൾ വരുന്ന വളരെ സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ടാണ് കുട്ടികൾ ഇന്ന് പഠിക്കുന്നത്. ഒരു സ്ട്രെയിൻ വന്നാൽ അത് രണ്ടു വിധമുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടി 10 കിലോമീറ്റർ നടന്നുപോയി അവിടെയുള്ള അധ്യാപകന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് അത് ചോദിച്ചു മനസ്സിലാക്കാൻ ചെല്ലുമ്പോൾ അയാൾ മരത്തെ കയറി ഒരു മരത്തിന്റെ കമ്പ് വെട്ടുകയാണെങ്കിൽ അത് വെട്ടാൻ കൂടി വേഗം തീർത്ത അധ്യാപകനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇരുന്ന് പഠിക്കുന്നത് ഒരു സ്ട്രെയിനാണ്. അത്രയും കർമ്മം പഠിക്കാനുള്ള ലക്ഷ്യത്തിൽ വേഗം തീർക്കാൻ ഒരുങ്ങുമ്പോൾ ആ ഉണ്ടാകുന്ന ഉദ്വേഗം ധനാത്മകവും, അത്രയും കഴിഞ്ഞയാൾ പറയുമ്പോൾ ഇനി എപ്പോഴാ ഇയാളെ കിട്ടുക എന്നറിയില്ല എന്നുള്ളത് കൊണ്ട് മുഴുവൻ എടുക്കാനുള്ള ഏകാഗ്രതയും ഉണ്ടാക്കുന്ന ഒരു സ്ട്രെയിനാണ്. ദാറ്റ്സ് എ ടെൻഷൻ. ഇത് സാമൂഹികമായി നിങ്ങളുടെ ഭരണാധികാരികൾ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഒക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പഠിക്കുന്നതിന് സ്ട്രെയിൻ അരുത്. പേന വരെ തുറന്ന് ഓരോ കപ്പിനകത്ത് വെച്ചേക്കണം. അതെടുക്കുന്നതിന് പോലും അല്പവും എനർജി കളയരുത്. എനർജിയുടെ ഫുൾ ഉപയോഗമാണ് പഠനം. ഓരോ പുസ്തകവും എടുക്കാൻ പാകത്തിന് കയ്യെത്തുന്നിടത്തെല്ലാം വെച്ചിട്ടുണ്ടാവണം. അതെടുക്കാൻ ഒന്ന് ഏറ്റുപോവുക പോലും ചെയ്യരുത്. Am I right? അങ്ങനെ പഠിക്കാൻ തുടങ്ങിയ കാലം മുതലാണ് പിള്ളേർ പഠിക്കാതെ നാശമായത്. നമ്മൾ അനുഭവത്തിൽ നിന്നല്ല നമ്മുടെ ശാസ്ത്രങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നത്. മറ്റേത് നടന്നുപോയി. ഒരു സ്ട്രെയിൻ ഉണ്ടവന്, വണ്ടിയൊന്നുമില്ല, 1 കിലോമീറ്റർ അപ്പുറയാണ് ഒരു അധ്യാപകൻ ഇത് അറിയാവുന്നവനുള്ളത്. അയാളെ കണ്ടേ പറ്റൂ.
അയാൾ പഠിപ്പിച്ചാലേ പഠിക്കുകയുള്ളൂ. ഇവൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഞാൻ പോയി വരാം. അച്ഛനും അമ്മയും പോകാൻ നേരത്ത് പറഞ്ഞു പിന്നെ പഠിച്ച് പണിക്കരാകാൻ പോകല്ലേ, എടാ പോയാൽ ചാണകം വാരിയിട്ട് പോയാ ഓ ഒന്നാം ഘട്ടം ഇനി ചാണകവും വാരണം. 15 മിനിറ്റ് കൊണ്ട് ചാണകം വരും. കാരണം വെച്ചാൽ അവന്റെ ലക്ഷ്യം അവിടെ എത്തണം. സാറ് പറഞ്ഞിരിക്കുന്ന സമയമായി, അന്നേരം അവിടെ ചാണകം വാരാൻ പറഞ്ഞിരിക്കുന്നത്. വാരാതെ പോയാൽ കഞ്ഞി കിട്ടുകയില്ല. ഒരു നിമിഷം കൊണ്ട് ചാണകം വാരുമ്പോൾ അവന്റെ ബ്രെയിനിന്റെ സ്പീഡ് അതവനത് പഠിക്കുമ്പോഴും ഉപയോഗമായി. ആ സ്ട്രെയിനോടെ അവൻ ഓടിച്ചെല്ലുന്നത്. ആ സ്ട്രെയിനൊന്നും അന്നത്തെ കാലത്ത് ആർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയില്ല. പിള്ളേരുടെ പ്രതിഭ കളഞ്ഞില്ല. ചെറുപ്പകാലത്ത് പണിയെടുത്ത് തന്നെ പഠിക്കണം. ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി പിള്ളേരുടെ വേലയൊന്നും പറ്റുകയില്ല, ബാലവേല നിർത്തി എന്ന് പറഞ്ഞാൽ അത് തന്തയും തള്ളയും പറഞ്ഞിട്ടില്ല, നമുക്ക് സ്വയം ചെയ്യാൻ അവകാശമുണ്ട്. പിടിച്ചോണ്ട് പോയാൽ ബാലവേല ഞാൻ ചെയ്തതാ, എന്നെ ശിക്ഷിച്ചോളാൻ പറഞ്ഞാൽ പണിയെടുക്കുക, ഒന്നും ഞണ്ണരുത്. മനസ്സിലായില്ല? അത് നേരാവണ്ണം ദഹിക്കില്ല. ഒരു വസ്തു അകത്തേക്ക് കഴിക്കുന്നെങ്കിൽ അല്പ അധ്വാനം നമ്മുടേത് കൂടി ഉള്ളതായിരിക്കണം. ആ സ്ട്രെയിൻ എല്ലാം പോസിറ്റീവാണ്. ആ സമയത്തെല്ലാം നമ്മൾ അറിയാത്ത നമ്മുടെ പ്രാണനെ കുറിച്ചുള്ള അറിയപ്പെടാത്ത ഒരറിവ് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അറിയുന്നതെല്ലാം ഭാവികാലാശ്രിതമായ പ്രാണനിലേക്ക് ചെന്നു ചേരും. ഇതാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സത്യം. അറിവ് നിങ്ങളുടെ പ്രാണനിലെത്തുന്നുവോ മനസ്സിലെത്തി തിരിച്ചു മടങ്ങുന്നുവോ? ഒട്ടു വളരെ സ്ട്രെയിൻ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ അതെല്ലാം പോസിറ്റീവാണ്. തന്റെ മകനെ വളർത്തുന്നതിന് വേണ്ടി ഒരമ്മ പട്ടിണി കിടക്കുമ്പോൾ അത് രോഗമായി തീരുന്നില്ല. കാരണം ആ സ്ട്രെയിൻ പോസിറ്റീവാണ്. അപ്പൊ സ്ട്രെയിൻ രണ്ടുണ്ട്: പോസിറ്റീവ് സ്ട്രെയിൻ, നെഗറ്റീവ് സ്ട്രെയിൻ. ആവശ്യമില്ലാത്തതിനു വേണ്ടി സ്ട്രെയിൻ എടുത്തു പോവുകയാണ്. പഠിക്കാൻ വിട്ടതാ, പോയത് പഠിക്കുന്നിടത്തേക്കല്ല, സൗകര്യം എല്ലാം കൊടുത്തു വിട്ടു. കൂട്ടത്തിൽ ഒരാളെയും കൂട്ടി ഗുരുവായൂർ പോയി ലോഡ്ജ് എടുത്ത് താമസിക്കുകയാണ്. അവിടെയും സ്ട്രെയിൻ ഉണ്ട്. പരിചയക്കാരെങ്കിലും കാണുമെന്ന് മനസ്സിലായില്ല. ആ സ്ട്രെയിൻ 100,000 രോഗങ്ങളുടെ വിത്ത് പാകുന്നു. പിന്നെ രോഗം വരുമ്പോ ഗുരുവായൂർ അമ്പലത്തിൽ പോയതിൽ നിന്ന് ആ രോഗം വന്നതെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? പോയത് എങ്ങനെയാണെന്നുള്ളതാണ്, എന്തിനാണെന്നുള്ളതാണ്. അത് നെഗറ്റീവ് ആ സ്ട്രെയിൻ. അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാലും അതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും. ഒരു ലക്ഷ്യത്തിന് വേണ്ടി, സദാചാരമുള്ള ഒരു ലക്ഷ്യത്തിനു വേണ്ടി തന്റെ ശരീരത്തെയും മനസ്സിനെയും അങ്ങേയറ്റം വരട്ടിയെടുക്കുന്നത് പോസിറ്റീവ് സ്ട്രെയിനാണ്. അതൊരു രോഗവും ഉണ്ടാക്കൂല. മറിച്ച് ലക്ഷ്യത്തിന് വിരുദ്ധമായി കാപട്യത്തോടുകൂടി സദാചാരബോധങ്ങളെ വിട്ട് അത്യന്തം സ്ട്രെയിനോടുകൂടി തെറ്റുകളിലേക്ക് പോകുമ്പോഴെല്ലാം ഉണ്ടാകുന്ന സ്ട്രെയിൻ നെഗറ്റീവാണ്. അത് മഹാരോഗങ്ങൾക്ക് വഴിമരുന്നിടുന്നതാണ്. എല്ലാ സ്ട്രെയിനും രോഗം ഉണ്ടാക്കൂല. സ്ട്രെയിനിനേക്കാൾ അപകടകരമാണ് സ്ട്രെസ്. സ്ട്രെസ് ആദ്യം തന്നെ 2 വിധം. ചുറ്റുപാടുകളോട് ഇണങ്ങുമ്പോഴെല്ലാം ഹർഷവും ശോകവും ഉണ്ടാവും.
ഹർഷം യൂസ്റ്റസ് ആണ്. EUSTRESS. ഈ പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. വീട്ടിൽ ചെന്ന് നിഘണ്ടു നിരുക്താദികളൊക്കെ നോക്കുക. ഹർഷം യൂസ്റ്റസ്. സ്റ്റെല്ലിയുമെല്ലാം, ലെവിയും സ്റ്റെല്ലിയുമെല്ലാം ഈ രംഗത്ത് ആധുനികമായി വളരെ പഠനങ്ങൾ മനഃശാസ്ത്രത്തോട് ബന്ധപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. കാനൻ അതിനെ വളരെയേറെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിലൂടെ കൊണ്ടുപോയിട്ടുമുണ്ട്. ആ സമയത്ത് വരുന്ന ഇന്ദ്രിയങ്ങളുടെ മാറ്റവും ഹോർമോണുകളുടെ മാറ്റവും ഒക്കെ അയാൾ അളന്നു തൂക്കി പഠിച്ചിട്ടുമുണ്ട്. പാവ്ലോവിൽ ആരംഭിച്ച് ഇവരിലൂടെ അത് കടന്നുപോയിട്ടുണ്ട് പടിഞ്ഞാറൻ നാട്ടിൽ. അതിനെയൊന്നും അടിസ്ഥാനമാക്കിയല്ല നിങ്ങളുടെ വിദ്യാഭ്യാസം പോകുന്നത്. എന്നാൽ അതിപ്രാചീന കാലത്ത് ഓകശാസ്ത്രത്തില് ചുറ്റുപാടുകളോടുള്ള ഈ ഇടപാട് മുഴുവൻ വെച്ചാണ് അവർ പഠിത്തത്തെ കൊണ്ടുപോയത്. പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം, കാലം നിശബ്ദമാകുന്ന മുഹൂർത്തങ്ങളാണ് പഠിക്കാൻ നല്ലത്. ഒന്ന് വേർത്താ പഠിക്കാൻ പറ്റില്ല. ശരീരം ഒന്ന് ശരിയായി ചൂടുകൊണ്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്ത് വേർത്തൊഴുകിയാൽ പഠിത്തമൊന്നും നടക്കുകയില്ല. ഇത് അച്ഛനും അമ്മയും അറിയണം, അധ്യാപകൻ അറിയണം. ചുറ്റുപാടുകളെ ആ രീതിയിൽ പഠിച്ചിട്ടല്ല നിങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പഴയ കാലത്ത് വെളുപ്പിനെ പഠിക്കാൻ തുടങ്ങിയത്. സൂര്യൻ ഉദിച്ച് അല്പം കഴിഞ്ഞാൽ പഠിത്തമൊക്കെ തീർന്നു. പിന്നെ പഠിത്തം പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠിത്തം മതി. പണിയെടുത്ത് പഠിക്കുക. പണിയെടുക്കുമ്പോൾ വേർപ്പ് തന്നെയാണ്. മനസ്സിലായില്ല? അതൊരു സുഖമാണ്. അവിടെ സ്ട്രെസ് പോസിറ്റീവാണ്. 4 വസ്ത്രമെങ്കിലും ഉണ്ടാവും സ്കൂളിലേക്ക് പോകാൻ. റൈറ്റ്? ശരിയല്ല. പഴയ കാലത്ത് ഒരു ഈർക്കിലിക്കരയൻ കോട്ടാർമുറി മതി. അത്രേ വേണ്ടു പഠിക്കാൻ. ഒരു 10ാം ക്ലാസ് വരെ പഠിക്കാൻ ഏറ്റവും സമ്പന്നനും കോടീശ്വരനുമായ വിദ്യാർത്ഥിയുടെ ലക്ഷണത്തിൽ ഒരു ഈർക്കിലിക്കരയൻ കോട്ടാർമുറിയും ഒരു ആനമാർക്ക് പെൻസിലും.